ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോള എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം അളവിൽ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കന് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുകൂടി ഇട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം കൈവച്ച് ഇതുപോലെ പിച്ചി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പിച്ചി എടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് അങ്ങ് മുരിച്ചെടുത്താൽ കഴിക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതാ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ഒന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയതിന് ശേഷം ഞാനിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നമുക്ക് ഈ ഒരു പോളയിലേക്ക് സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ടൊരു 3 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, കൂടെ തന്നെ ഞാൻ ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി കൂടി അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ദാ ഈ ഒരു രൂപത്തിൽ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ദാ നമ്മൾ നേരത്തെ ചിക്കന് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവാളയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അല്പം മസാലകൾ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചച്ചുവ മാറി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ദാ മസാലയൊക്കെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിതിലേക്ക് അല്പം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി കിട്ടുന്നത് വരെ നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. മസാല നന്നായിട്ട് ചൂടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 2 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാനിതിലേക്ക് 240 ml കപ്പിൽ 1 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതല്പം കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത്രയ്ക്ക് കട്ടി നമുക്ക് ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ടോപ്പിൽ ഇതുപോലെയുള്ളൊരു പഴയ ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്.
ഓയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. നടുവിലും അതുപോലെ സൈഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ അതാ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പകുതി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് സൈഡൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നടുവിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നടുവിലായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അധികം സൈഡിലോട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു പോള റെഡിയായി വരുന്ന സമയത്ത് കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഈ ഒരു മസാല മൊത്തത്തിൽ വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മൈദ മുട്ടയുടെ മിക്സ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ സൈഡിലായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വേണം നടുവിലോട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് കൂടി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് മൊത്തത്തിൽ വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തക്കാളിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ക്യാപ്സിക്കോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് 25 to 30 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് അല്പം ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പോള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോള നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.